ഇപ്പൊ ടൈം എത്രയാടി? 5 മണി. ഈ നാട്ടിൽ പെട്ടെന്ന് നേരം വിളിക്കും. 5 മണിക്കാണ് ഇവിടെ സൺറൈസ്. അപ്പൊ നമ്മള് കറക്റ്റ് ടൈമില് സൺറൈസ് കാണൂല്ലേ? എന്നാണ് ഇതുവരെയുള്ള തീരുമാനം. ഇനി എന്താവും അറിയത്തില്ല. എന്തായാലും കെട്ടിയവനിക്ക് ഉറക്കം കളഞ്ഞ് പോവല്ലേ, കാണുമായിരിക്കും. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കറക്റ്റ് ടൈമിലാണ് എത്തിയിരിക്കുന്നത്. സൺറൈസ് ആയി വരുന്നതേ ഉള്ളെന്നാണ് പറയുന്നത്. അപ്പോൾ തുടങ്ങിയിട്ടില്ല, സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ആ കറക്റ്റ് ടൈമിൽ എത്തിയതിനൊരു സന്തോഷം ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഈ സൺറൈസ് കാണാൻ എന്താണ്, അത് ഉറക്കം കളഞ്ഞ് രാവിലെ തന്നെ ഇവിടെ വന്ന് എന്ത് കാണാനാണ്? സൺറൈസ് നമ്മളെ നാട്ടിലും ഉണ്ടല്ലോ, ഈ വെയിലത്തും ചൂടത്തും ഒക്കെ പോയി എന്ത് കാണാനാണ്? അങ്ങനെ സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോഴാണ് ഓരോ ഘട്ടങ്ങളായി കിടക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബ്യൂട്ടി ഇങ്ങനെ എവിടെ നിന്നൊക്കെയോ തെളിഞ്ഞു വരുന്നു. അതും ഈ ടൈമിലൊക്കെ എഴുന്നേറ്റ് വരിക എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ എന്തായാലും നമ്മുടെ നുസപ്പനിടയിലെ ഡയമണ്ട് ബീച്ചിലാണ് നമ്മൾ സൺറൈസ് കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. ഓരോ മൊമെൻറ്റും ഭയങ്കര പ്രഷ്യസ് ആണ് കേട്ടോ. സത്യം, അവൾ പറഞ്ഞ പോലെ പെട്ടെന്ന് നേരം വെളുക്കും, പക്ഷേ സൂര്യൻ ഇങ്ങ് എത്തിയിട്ടില്ല. ഇഷ്ടംപോലെ മങ്കീസ് ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ഇവരെ സൂക്ഷിക്കണം, ഇവർ കുറച്ച് ഡേഞ്ചേഴ്സാണ്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫ്രൂട്ട്സോ ക്യാമറാസോ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവർക്കൊന്നും ക്യാച്ച് ചെയ്യാനായിട്ടുള്ളൊരു മാനസികാവസ്ഥയുള്ള ടീമുകളാണ്. അങ്ങനെ ഞങ്ങളുടെ മെല്ലെ മെല്ലെ കയറിപ്പോവുകയാണ്. ഇത് കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിയാണ്, മനസ്സിന് ഭയങ്കര കാമാൻ ക്വയറ്റ്, നല്ല ഒരു ഇളം കാറ്റ്. ആ ഉറക്കം എഴുന്നേറ്റ് വന്നതിൻ്റെ ഒരു ദേഷ്യമൊക്കെ സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ അങ്ങ് തീർന്നെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒന്നാമത്തെ കാര്യം, ഉറക്കം കളഞ്ഞുള്ള പരിപാടി എനിക്ക് പണ്ടേ ഇഷ്ടമല്ലാത്ത ഒരാളാണ്, എന്നെ അറിയാവുന്നവർക്കറിയാം. അങ്ങനെ എന്തായാലും ഇത് കാണാൻ വന്നതിൽ വരാതിരുന്നെങ്കിൽ, റൂമിൽ കിടന്ന് ഉറങ്ങിയെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലിയൊരു മിസ്സിങ് ആയിരുന്നേനെ. കാരണം എന്തോ നമുക്ക് ഇവിടെ നേരിട്ട് വന്ന് ഇത് കാണുമ്പോഴാണ് നമുക്ക് അത്രയും ഒരു ക്വാളിറ്റിയാണ് നമ്മുടെ മനസ്സിന് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഞങ്ങളിതാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 4 ചുറ്റും കടൽ. അപ്പോൾ എവിടെ നിന്ന് നമ്മളിത് കാണണം, നമുക്കത് സ്ട്രെയിറ്റ് എവിടെയെങ്കിലും ഇരുന്നൊന്ന് സമാധാനത്തിൽ കാണണം എന്നാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഉയരങ്ങളിലേക്ക് കയറി പോവുകയാണ്. ഉയരങ്ങളിൽ ചെല്ലുമ്പോഴാണല്ലോ ഇതിൻ്റെ ബ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഓരോ ചെറിയൊരു സെറ്റപ്പ്, കുടിൽ പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെക്കാൾ നേരത്തെ വന്ന ടീംസുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളും സൺറൈസ് കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഓരോ ആളുകളെയൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എവിടെ നിന്ന് ഫോട്ടോസ് എടുത്താലും ബ്യൂട്ടിയാണ്. അത് നമ്മുടെ ഇന്തോനേഷ്യയിൽ ബാലിയിൽ എവിടെ എത്തിയാലും അതേ ഒരു ഫീലും അതേ പിക്ചർ ക്വാളിറ്റിയാണ്. നമ്മൾ എങ്ങനെയെങ്കിലും നിന്നാലും മതി, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് പൊളി സെറ്റപ്പായിരിക്കും. ഞങ്ങൾ വന്നുകൊണ്ടേ ഞങ്ങളെ ആളുകളെല്ലാം പിക്ചേഴ്സ് എടുക്കാനും വീഡിയോസ് എടുക്കാനുമാണ് ആരംഭിച്ചിരിക്കുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് കാണുന്ന ഒരു വ്യൂ, ഇത് നല്ല ഡെപ്തുള്ള കടലാണ്, അത് ഒന്നാമത്തെ കാര്യം. പിന്നെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അരികിലൊക്കെ ചെന്ന് ഇരിക്കുമ്പോൾ അതിൻ്റേതായ ഒരു സേഫ്റ്റി മെഷേഴ്സൊന്നും ഇവിടെ ഇല്ല. സേഫ്റ്റി നമ്മളെ തന്നെ നോക്കിക്കോണം, അതാണ് മെയിൻ പോയിൻറ്റ്. നിൽക്കുന്നതും ഇരിക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതിനൊന്നും അവിടെ ഒരു കുഴപ്പങ്ങളുമില്ല. പക്ഷേ സേഫ്റ്റി ഇല്ലെങ്കിൽ നേരെ കടലിൽ പോകും, പിന്നെ കിട്ടത്തേയില്ല എന്നാണ് പറയുന്നത്. ആരും തന്നെ ആ ടൈമിൽ അവിടെ എത്തിപ്പെടാനും കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവനവൻ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ നിന്നാൽ നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറേ നേരം കുറച്ച് ഇരുന്നു. അപ്പോഴത്തേക്ക് ഞാൻ സനയോട് പറഞ്ഞു, ഇതേ ഉള്ളൂ കേട്ടോ, ഇതാണ് നമ്മുടെ സേഫ്റ്റി, ജസ്റ്റ് ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അപ്പം അതിൻ്റെ ഇപ്പുറത്ത് നിൽക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം. അല്ലാതെ ഇതിൻ്റെ വേറെ ഒന്നുമില്ല. ആ പോച്ച കിടക്കുന്നുണ്ടോ, അതിന് അപ്പുറത്തേക്ക് കടലാണ്, നോക്കിയാൽ തന്നെ കാണാം. അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഭീതിയാണ്. ഞാൻ വലുതായിട്ടൊന്നും നോക്കാൻ പോയില്ല. അപ്പോൾ അത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ച, അത് അന്തസ്സാണ് കേട്ടോ. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുകയാണ്. സൂര്യനെ കണ്ടില്ലല്ലോ, നമ്മൾ കുറച്ച് നേരത്തെയായി പോയോ, എന്നാൽ നേരം വെളുക്കുകയും ചെയ്തു.
അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ എത്തിപ്പോയി. അങ്ങനെ ഇതാ വന്നുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സൂര്യൻ ഇങ്ങനെ തെളിഞ്ഞ് വരികയാണ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യത്തിലധികം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂര്യക്കൂട്ടൻ എത്തിയപ്പോൾ കറക്റ്റ് ഒരു കപ്പൽ അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്. കറക്റ്റ് ഇപ്പോൾ ഒരു 6:20 ആയപ്പോൾ നമ്മുടെ സൂര്യൻ എത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്കതിനെ കാണാൻ കറക്റ്റായിട്ട് നമുക്കത് നോക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഡിസ്റ്റർബൻസോ അങ്ങനെയൊന്നുമില്ല. പോരാത്തതിന് കറക്റ്റ് ആ സ്പോട്ടിൽ തന്നെ നമ്മൾ പിക്ചേഴ്സിലൊക്കെ കാണുന്ന പോലെ സൂര്യൻ വരുമല്ലോ. കണ്ടോ, സൂര്യൻ വന്നിട്ട് അതിൻ്റെ അടുത്തൊരു ഷിപ്പ് വരും. കണ്ടോ, കറക്റ്റ് ആ സൂര്യൻ ഉദിച്ച് വരുന്ന ടൈമിൽ തന്നെ ആ ഷിപ്പും അതിൻ്റെ അടുത്തേക്ക് നോക്കിക്കേ. എന്തോ ഇതൊക്കെ ഇവർ പറഞ്ഞു വെച്ചിട്ട് വരുന്ന പോലെയാണ് കപ്പലും ഈ സൂര്യനും ഒക്കെ. ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിൽ കൂടുതൽ. ഈ സീനൊന്നും ഇനി പിന്നെ കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം ഇതൊക്കെ ഒരു മൊമെന്റ് അല്ലേ. ഇതൊക്കെ ആ ഒരു മൊമെന്റിൽ കിട്ടുമോടി. അപ്പോൾ ഇതൊക്കെ ഒരു വല്ലാത്തൊരു സീനറിയാണ്. സൂപ്പർ സൂപ്പർ സൂപ്പർ. ആച്ചി ഞങ്ങൾ തുമ്മുന്നതിനെ അറിയുന്നു. ഇതൊക്കെയാണ്. ഇതാണ് കേട്ടാടി ഊഞ്ഞാൽ സെറ്റപ്പ്. അതിന്റെ ഓണറൊന്നും ഇവിടെ വന്നിട്ടില്ല, ടൈം ആയിട്ടില്ല. ജിങ്കട് ഞാനാ. നമ്മളിതാ ഈ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് എത്തണം. എത്തിയിട്ട് ഇങ്ങോട്ട് കേറൂടി. എന്തായാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എന്താവുമെന്നൊന്നും അറിഞ്ഞൂടാ ഗായ്സ്. ഇവളെ കൊണ്ടാണ് ഇറങ്ങാൻ പോണത്. കാവടി ഉള്ളിൽ പോവുക കൂട്ടിലെ വഴി. അപ്പം നമ്മളിതാ ഈ വഴി പോവാൻ പോവാണ്. ഈ വഴി നേരെ പോവല്ല, ഈ വഴിയിൽ ഇതോ ഒരു ബ്രോ വരുന്നുണ്ടാ. ആ പുള്ളി വരുന്ന ആ സ്റ്റെയർ വഴി ഇറങ്ങി വേണം അങ്ങ് എത്താൻ. ഇതൊരു 1.5 സ്റ്റെയറാണേ. നോക്കിയും കണ്ടും വേണം ഈ കയറി കൂടെ തൊങ്ങി ഇറങ്ങാൻ. ഞങ്ങളിതാ ഈ പടികൾ മെല്ലെ ഇറങ്ങുകയാണ്. അപ്പോൾ ഓരോരുത്തർ അവിടെ ഇവിടെ എല്ലായിടവും ഫോട്ടോഷൂട്ടും. കാരണം എല്ലായിടവും ഫ്രെയിമുകളാണ്. അതാണ് ഇവിടുത്തെ ഒരു ബെസ്റ്റ്. അടിപൊളിയായിട്ടുണ്ട്. ഇനിയുള്ള ഓരോ ചുവടുകളും ശ്രദ്ധാപൂർവമായിരിക്കണം, അല്ലെങ്കിൽ വിവരം അറിയും. ഓക്കെ. നമ്മൾ എത്തിയിട്ടുണ്ട്. ഇതാണ് വ്യൂ. വാവ്. സുഖമില്ലാത്ത ആളാട്ടോ ഈ വന്നിരിക്കുന്നത്. സുഖമില്ലാത്തോണ്ട് കയറാൻ പാടാണ്, ഇറങ്ങാൻ പാടാണ് എന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് ഇതാ ഇവിടെ ഒരാൾ കടൽക്കാറ്റ് വീണു. ആണോ? ഇപ്പോഴാണ് എത്തിയ? ഇതാ ഇവിടെ നമ്മളെ ഗ്രൂപ്പ് ആളുകളാണ് ഈ ഇരിക്കുന്നത്. അവര് ഇവിടെ കുളിച്ച് മറിയാണ്. നമ്മളെ ഷൊണ്ണയ്ക്ക് വൈവാടേ ഈ ഡ്രസ്സ്. ഓ ഗായ്സ്, ഞങ്ങൾ ഈ സ്റ്റെപ്പുകളെല്ലാം കയറി ആട്ടപ്പളകി വന്നിരിക്കുകയാണ്. ബാക്കിലാണ് സൂര്യൻ. നീ തട്ടപ്പുറ വെയിലത്ത് എവിടെ എത്തണം ഗായ്സ്. ഞങ്ങളിപ്പോൾ ഫ്രൂട്ട് സ്മൂത്തി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ ഇവിടുത്തെ വെരി സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട് സ്മൂത്തിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ
നിന്നു. അപ്പോൾ അതിലിങ്ങനെ പരതുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്റ്റൈലാണല്ലോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഐറ്റംസിന് ഏതൊക്കെയാണെന്ന് നോക്കുവാണ്. എല്ലാത്തിനും നല്ല നല്ല ചാർജാണ്. 10,000-ന് മുകളിലാണ് എല്ലാത്തിൻ്റെയും റേറ്റ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കണ്ണോടിച്ച് വന്നു. ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ക്ഷീണം തീർക്കാൻ നന്നായിട്ട് ഫുഡ് കഴിച്ചെങ്കിലേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ വണ്ടി ഓടില്ല. അങ്ങനെ അവസാനം എന്തായാലും സെലക്ട് ആയോ? 1,15,000 രൂപയ്ക്ക് മാംഗോ സ്മൂത്തിയും ബനാന സ്മൂത്തിയും. മാംഗോ സ്മൂത്തി ബൗൾ നട്ടി ബനാന. ഇത്ര പൂനെയൊന്നും വേണ്ട. ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.